നമ്മളിപ്പോ ഇരിക്കുന്നത് രാഹുലിന്റെ ഗുരുനാഥന്റെ കൂടെയാണ്. നമുക്ക് സാറിനൊന്ന് പരിചയപ്പെടാം. രാഹുൽ തന്നെ പരിചയപ്പെടുത്തും ആദ്യം. രാഹുൽ, സാറിന്റെ പേര് കാവുമട്ടം വാസുദേവൻ എന്നാണ്. സാറ് തൃപ്പൂണിത്തറ മ്യൂസിക് കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയ സാറാണ്. അപ്പോൾ സാറിനെ പോലെ ഒരു ഗുരുവിനെ എനിക്ക് കിട്ടിയ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഭാഗ്യമാണ്. സാറിന്റെ ഒരു മണിക്കൂറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഏതൊരു വിദ്യാർത്ഥിക്കും വിലപ്പെട്ടതാണ്. അത്രയും നല്ല ക്ലാസ്സാണ്. സാർ അത്ര സ്ട്രിക്റ്റ് ആണ്. എനിക്ക് പേടിയാണ് പറയാൻ. സാർ തന്നെ പറയും. സാറിന്റെ ശിഷ്യൻ രാഹുൽ ഇപ്പം സ്റ്റാർ സിംഗർ സീസൺ 4 ടോപ്പ് 10 കണ്ടസ്റ്റന്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഒരു സ്റ്റാർ സിംഗർ എന്ന ലെവലില് രാഹുലിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ശേഷം രാഹുലിന് വളരെ വലിയൊരു നല്ലൊരു പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് പാടുന്നതിലൊക്കെ തന്നെ. പ്രധാനമായിട്ട് എന്റെ അഭിനന്ദനവും ആദരവും അർഹിക്കുന്നത് അതിന്റെ ജഡ്ജസാണ്. വളരെ ആദരണീയരായിട്ടുള്ള കലാകാരന്മാരും കലാകാരിയുമാണ് അതിൽ പങ്കെടുക്കുന്നത്. അവരെ ശരിക്കും നല്ലൊരു കോച്ചിങ്ങാണ് രാഹുലിന് മാത്രമല്ല അതിലുള്ള എല്ലാ കുട്ടികൾക്കും അവര് വേണ്ടത്ര വിധത്തിലുള്ള പ്രചോദനം നൽകുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മള് രാഹുൽ ഒരു സാറിന്റെ ശിഷ്യനാണ്. അപ്പൊ ഒരു വിദ്യാർത്ഥി എന്ന ലെവലില് എങ്ങനെയാണ് രാഹുൽ സ്റ്റാർ സിംഗർ നമുക്ക് ഇപ്പൊ തൽക്കാലം മാറ്റിവെക്കാം. രാഹുൽ നല്ലൊരു ശിഷ്യനാണ് എനിക്ക്. പക്ഷെ ഇപ്പൊ രാഹുലിന് എനിക്ക് കിട്ടുന്നില്ല. സാറിനെ ഇങ്ങോട്ട് വിളിച്ചപ്പോ തന്നെ ഞാൻ സോറി പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. സാറ് ക്ലാസ് പോയിട്ട് ഇപ്പൊ ഒരു മാസത്തിന്റെ അടുത്തോളായി അവിടെ ഷൂട്ടിംഗ് നടക്കുന്ന കാരണം. അപ്പൊ ഇനിയിപ്പോ ഇതന്നെയാണല്ലോ മെയിനായിട്ട്. ഇത് ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കണം. സാർ എപ്പോഴും എന്റെ അടുത്ത് പറയാറാണ് ക്ലാസ് ഇങ്ങനെ അടുപ്പിച്ച് ക്ലാസ്സിൽ വന്നാലേ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. രാഹുലിന് ശരിക്കും കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. പക്ഷേ അതിലെനിക്ക് വിഷമമില്ല. കാരണം നല്ലൊരു മേഖലയിലാണ് രാഹുൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മാത്രമല്ല അവന്റെ ആലാപനയിലുള്ള കഴിവുകളെ കൂടുതൽ പരിപോഷിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഇത് പോരാ എന്നുള്ളൊരു അഭിപ്രായമുണ്ട് എനിക്ക്. ഇനിയും കൂടുതൽ ഉന്നതിയിലേക്ക് പോകണമെങ്കിൽ കൂടുതൽ കഠിനമായിട്ടുള്ള ഒരു പരിശ്രമം. അപ്പോൾ ജഡ്ജസിനെ പറയാറുള്ളേ ഓരോ കാര്യങ്ങള് അതിലൊക്കെ തന്നെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നന്നു വീടച്ചി നന്നു വീടച്ചി നന്നു നന്നു വീടച്ചി കഥ 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 ലക്കു ലക്കു നന്നു വീടച്ചി കഥ നന്നു വീടച്ചി കഥ ലക്കൂറ രാമയ്യ രാമയ്യ രാമ നിങ്ങൾ നേരത്തെ രാഹുൽ പറഞ്ഞു സംഗീതത്തിൽ കുറെ ഗുരുനാഥന്മാർ അദ്ദേഹത്തിനുണ്ടെന്ന്. അപ്പം അതുപോലെ നമുക്ക് 2 ഗുരുനാഥന്മാർ കൂടി നമ്മുടെ കൂടെ നിൽപ്പുണ്ട്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. രാഹുൽ, പരിചയപ്പെടുത്തു പ്ലീസ്. ഞാൻ എന്നോട് നേരത്തെ പറയാനുണ്ടായി എനിക്ക് ഒരുപാട് നല്ല ഗുരുനാഥന്മാരെ കിട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതിൽ 2 പേരാണ്. ഒന്ന് ശ്രീജിത്ത് സാറും ഒന്ന് മജീഷ് സാറും. ഈ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ എന്നെ ഗാനമേള എന്നെ കാണിച്ചു തന്നതും അതിൽ ഫസ്റ്റ് പാടിപ്പിച്ചതും ഈ ശ്രീജിത്ത് സാറാണ്. 5ാമത്തെ വയസ്സിൽ എന്നെ ഗാനമേളയ്ക്ക് പാടിപ്പിച്ച് തുടക്കം കുറിച്ചത് മാഷാണ്. ഗാനമേളയ്ക്കൊക്കെ മാഷ് പാടുമായിരുന്നു. മാഷും മ്യൂസിക്കിന്റെ അധ്യാപകനാണ്. അതുപോലെ തന്നെ മജീദ് സാറ് ഇപ്പൊ 8ലും 9ലും 10ലും ഈ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സംസ്ഥാന നാടൻപാട്ട് മത്സരത്തിലൊക്കെ പഠിപ്പിച്ച് സംസ്ഥാനത്ത് 1ാം സ്ഥാനം ഞങ്ങൾക്ക് നേടിത്തന്നത് സാറാണ്. സാറും മ്യൂസിക് അധ്യാപകനാണ്. അപ്പോൾ എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും പാട്ടിന്റെ കാര്യത്തിലായാലും പാട്ടിന്റെ സെലക്ഷൻ ആയാലും ഒക്കെ വിളിച്ചിട്ട് എന്നോട് ഇങ്ങോട്ട് പറയും നീ കുറച്ചുകൂടി സീരിയസ് ആണെന്ന് പറഞ്ഞ ഗുരുനാഥന്മാര് 2 പേരാണ് ഇവര്. എന്റെ ഒരു ഭാഗ്യമാണ്. ഓക്കെ, അപ്പം സർ രാഹുലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മൊത്തത്തിൽ സ്റ്റാർ സിംഗർ തൽക്കാലം വിടാൻ നമുക്ക് ഒരു ആസ് എ ശിഷ്യൻ ഒരു ഗുരുവിന്റെ അഭിപ്രായം എന്താ? ചെറുപ്പത്തില് അവനെ
എന്തൊരു സംഗതി പറഞ്ഞു കൊടുത്താലും ഒരു പാട്ട് പഠിക്കാൻ പറഞ്ഞു കൊടുത്താലും ഫിലിം സോങ് ആയാലും അത് നന്നായിട്ട് പഠിക്കായിരുന്നു. എന്തൊരു മൈന്യൂട്ടായിട്ടുള്ള സംഗതികളായാലും അത് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്തിട്ട് അത് ഇദ്ദേഹം പഠിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെ ഒരു ടാലന്റ് ചെറുപ്പത്തിലെ കണ്ടിട്ടുണ്ട്. ഒന്ന് പേരെന്ന് പറയാമോ? എന്റെ പേര് മജീഷ്. ഞാൻ ഇതുപോലെ സംഗീത അധ്യാപകനാണ്. അതെ. ഞാൻ രാഹുലിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് തന്നെ ആദ്യം അറിയാം, പക്ഷേ പേരാമ്പ്ര ഹൈസ്കൂളിൽ വെച്ചിട്ടുള്ള നാടൻപാട്ട് മത്സരത്തിൽ ആദ്യമായിട്ട് രാഹുലിനെ എന്നെ കാണുന്നത്. അതിനുശേഷം സ്ഥിരമായിട്ട് ഇത്രയും കൊല്ലം വർഷങ്ങളായിട്ട് ഇപ്പൊ രാഹുലിനെ നാടൻപാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാഷ് പാടുന്ന നാടൻപാട്ട് പാടാ വെച്ചാൽ മാഷ് പാടിയിരിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ സ്റ്റൈലിൽ തന്നെ എപ്പോഴും പാടുക. അപ്പൊ മാഷ് ആ സ്റ്റൈല് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ആ സ്റ്റൈല് ഫുള്ളായിട്ട് കിട്ടില്ല. നമ്മളെ രീതിയിൽ പാടിയിട്ടൊക്കെയാണ് ഇപ്പൊ സ്റ്റേറ്റിലേക്ക് എത്തിയെന്നൊക്കെ പറയുന്നത്. നാടൻപാട്ടിന് അതിന്റേതായ ഒരു തനിമയും ആ സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യാൻ ശരിക്കും ഉത്തമ ഉദാഹരണമാണ് സാർ. അപ്പൊ എന്തായാലും എന്താ സാറും ശിഷ്യനും കൂടി ഒരുമിച്ച് തന്നെ പാടാം അല്ലേ? താനിന്നോ തന്താനാരോ തന്താനാരോ താനാരോ താനിന്നോ തന്താനാരോ തന്താനാരോ താനാരോ താനിന്നോ തന്താനാരോ തന്താനാരോ താനാരോ താനിന്നോ തന്താനാരോ തന്താനാരോ താനാരോ തനതാന തന്തിന തമര മോതിരള മൈലോ കുഞ്ഞിക്കൂങ്കെ ആ മരന്തോട് മൈലോളെ കുഞ്ഞിക്കൂങ്കെ ആ താന തന്തിന തമര മോതിരള മൈലോ കുഞ്ഞിക്കൂങ്കെ താനിന്നോ തന്താനാരോ തന്താനാരോ താനാരോ താനിന്നോ തന്താനാരോ തന്താനാരോ താനാരോ താനിന്നോ തന്താനാരോ തന്താനാരോ താനാരോ താനിന്നോ തന്താനാരോ തന്താനാരോ താനാരോ മുണ്ടുടുത്തൊരുങ്ങടി പെണ്ണെ തന്താനാരോ താനാരോ മുണ്ടകമ്പാടത്തിറങ്ങടി പെണ്ണെ തന്താനാരോ താനാരോ മുണ്ടുടുത്തൊരുങ്ങടി പെണ്ണെ തന്താനാരോ താനാരോ മുണ്ടകമ്പാടത്തിറങ്ങടി പെണ്ണെ തന്താനാരോ താനാരോ തനതാന തന്തിന തമര മോതി തമൈലോ കുഞ്ഞിക്കൂങ്കെ ആ മരന്തോട് മൈലോളെ കുഞ്ഞിക്കൂങ്കെ താന തന്തിന തമര മോതിരള മൈലോ കുഞ്ഞിക്കൂങ്കെ